DVNZ നിങ്ങൾക്കേവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വചനം ലോകമെങ്ങും അറിയിക്കാൻ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, അതെ, ന്യൂസിലൻഡ് രാജ്യത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം ഇതാ ഡിവൈൻ വിഷൻ NZ, കർത്താവിൻ്റെ സ്നേഹം, പരസ്പര സാഹോദര്യം, സമാധാനം, അവയെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് ആ അനുഭവം നിങ്ങളുമായിട്ട് ഇതാ പങ്കുവയ്ക്കുന്നു. കർത്താവിൻ്റെ വചനത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിച്ച് അതിന് സാക്ഷ്യം നൽകുന്ന, തെറ്റുകളും കുറ്റങ്ങളും എന്തെന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം പിന്മാറി ദൈവം നൽകിയ ആ സ്നേഹത്തിൻ്റെ പരിപാലനയുടെ ആശ്രയത്തിൽ ജീവിച്ച് മുന്നോട്ട് കടന്നു വന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, നിങ്ങളേവരെയും ഈ പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മിശിഹായെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ, DVNZ വചനവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 1 മുതലുള്ള വചനത്തിലൂടെ ഇന്ന് നമ്മോട് പറയുകയാണ്. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ, സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ, ആത്മാവിലുള്ള കൂട്ടായ്മയോ, എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തന്നെ ശൂന്യനാക്കിയ യേശു ക്രിസ്തുവിനെ അനുകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എത്രയോ പേര് ആ പുണ്യപുരുഷൻ, ദൈവപുത്രൻ, തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെ അനുകരിച്ച് അവരിലൂടെ ദൈവജനത്തെ വളർത്തിയെടുത്ത പിതാവായ ദൈവത്തിന്റെ മഹാത്മ്യമാണ് നാം കാണുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് കേപ്പ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ആ മനുഷ്യനിൽ കാണാൻ സാധിക്കും. ഡോക്ടർ ഹാമിൽട്ടൺ നാക്കി, അദ്ദേഹം ഒരു നീഗ്രോ വർഗക്കാരനാണ്, ആഫ്രിക്കൻ കറുത്ത വർഗക്കാരൻ, അവഗണിക്കപ്പെട്ടവൻ. എന്നാൽ ആ മനുഷ്യൻ ഈ ലോകത്തിന് വേണ്ടി ചെയ്തത് വളരെയധികം പേര് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. 1967 ഈ ലോകത്തിൽ വലിയൊരു സംഭവം നടന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലെ മെഡിക്കൽ കോളേജിലാണത് നടന്നത്. 1967 ഒരു സ്ത്രീയുടെ ഹൃദയം ഒരു പുരുഷനിൽ, ലൂയിസ് വാഷ്കാങ്കി എന്ന് പറയുന്ന മനുഷ്യനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ ഓപ്പറേഷന്റെ വിജയം എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട 2-3 ഡോക്ടേഴ്സാണ്. ചീഫ് സർജൻ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്, സെക്കൻഡ് ഡോക്ടർ, 2ാമത്തെ ഡോക്ടർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഡോക്ടർ ഹാമിൽട്ടൺ നാക്കി. ആ മനുഷ്യനെ ആരും അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു
നീഗ്രോ, കറുത്ത വർഗക്കാരൻ. അതും വർണ്ണവിവേചനം നടക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സർജറി നടത്തിയിട്ട് ആ സർജറിയുടെ എല്ലാ സക്സസും പ്രത്യേകിച്ച് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡിന്റെയും ടീമിന്റെയും പേരിലായിരുന്നു. അതിനൊന്നും ഈ മനുഷ്യന് പരാതിയില്ല. കാരണം കറുത്ത വർഗക്കാരെ ആരും പരിഗണിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഈ മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും, ഈ മനുഷ്യൻ ഒരു സർജൻ അല്ല, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യന് ഈ ലോകപ്രസിദ്ധമായ ഈ സർജറി ടീമില് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡോക്ടറായി മാറാൻ സാധിച്ചത്? 14-ാമത്തെ വയസ്സിൽ പഠനമെല്ലാം ഉപേക്ഷിച്ച് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ മനുഷ്യൻ ജോലി അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഗാർഡനറായിട്ട് ഈ കേപ്പ് ടൗണിലെ ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് മെഡിസിനിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത്. നമുക്കറിയാം, അവർക്ക് ജോലി കിട്ടിയാൽ ഭക്ഷണം കിട്ടും, അത് കൂടുതൽ അപ്പുറം കിട്ടില്ല. അതുപോലും പലപ്പോഴും കിട്ടാറില്ല. പലപ്പോഴും തുച്ഛമായ എന്തെങ്കിലും കിട്ടുന്നതല്ലാതെ. ഈ മനുഷ്യൻ അവിടെ ക്ലീനറായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് റൂമുകളിലെല്ലാം, പ്രത്യേകിച്ച് ഈ സ്കൂൾ ഓഫ് മെഡിസിനിലെ ക്ലാസ് റൂമുകളിലെല്ലാം നടക്കുന്ന ഡോക്ടേഴ്സ്, പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, അവരുടെ എല്ലാം ആ ക്ലാസ് റൂമെല്ലാം ക്ലീൻ ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. പക്ഷെ ഇദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? നമുക്കറിയാം, മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ ഓപ്പറേറ്റ് ചെയ്തൊക്കെ പഠിക്കുന്നത് പട്ടികളിലും പന്നികളിലുമെല്ലാം. ഈ മനുഷ്യൻ ഇതെല്ലാം കണ്ടു പഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ കുട്ടികൾ കാണിക്കുന്നതെല്ലാം അദ്ദേഹം നോക്കിക്കണ്ട് ശരിക്കും പഠിച്ചു. ആ പഠനം ആ മനുഷ്യനെ വലിയ മനുഷ്യനാക്കി മാറ്റി. ഡോക്ടർ ക്രിസ്റ്റ്യൻ, അദ്ദേഹത്തിന് മനസ്സിലായി ഈ എന്നാക്കിക്ക് ഇത് ചെയ്യാൻ സാധിക്കും. കാരണം കുട്ടികളെക്കാളും കൂടുതൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന്. ടീമിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ ലൈബ്രറികളിലെല്ലാം പോയിരുന്ന് പഠിക്കും. അങ്ങനെ ലൈബ്രറികളിലെല്ലാം പഠിച്ച്, അതുപോലെ തന്നെ പഠിച്ചും പഠിപ്പിച്ച്, മെഡിസിൻ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് ആ മനുഷ്യൻ ജീവിച്ചു. ആരും പരിഗണിച്ചില്ല. ഈ മനുഷ്യൻ പരിഗണിച്ചു. ക്രിസ്റ്റ്യൻ ബെർണാഡ്, ആ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ, ഇദ്ദേഹമില്ലാതെ ഒരു സർജറി നടത്തില്ല. അത്രമാത്രം ഈ മനുഷ്യനിൽ അത്രമാത്രം സമർപ്പണ ബോധമുണ്ടായിരുന്നു. ഒരിക്കലും ഈ മനുഷ്യൻ, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിന്റെ വേറെ പ്രത്യേകത, സൗത്ത് ആഫ്രിക്കയിൽ അവരുടെ നിയമമനുസരിച്ച് ബ്ലാക്ക് മാന്, കൺകാഷ്യൻ വർഗത്തിൽപ്പെട്ടവരെ തൊടാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വളരെയധികം പേര് സർജറിക്ക് വരുന്നത്. പക്ഷെ ആരും അറിയാതെ ആ ഹോസ്പിറ്റലിൽ ഈ മനുഷ്യൻ ഈനാക്കി വളരെയധികം പേർക്ക് സർജറി നടത്തിയിട്ടുണ്ട്. ഈ വാസ് എ സർജൻ. അത്രമാത്രം തീക്ഷ്ണതയുള്ള മനുഷ്യൻ. എന്നിട്ടോ ഇദ്ദേഹം റിട്ടയർ ആയത് 40 വർഷം സർജനായി ജോലി ചെയ്തിട്ട് അവസാനം റിട്ടയർ ആയത് എങ്ങനെയാണ്? വെറും ഒരു കൂലിക്കാരനായി, ഗാർഡനറായിട്ടാണ് അദ്ദേഹം പെൻഷൻ പറ്റുന്നത്. പെൻഷൻ പറ്റുമ്പോൾ $275 അദ്ദേഹത്തിന് പെർ മന്ത് അവർ കൊടുത്തിരുന്നത്. വെറും ഒരു സാധാരണക്കാരനായ മനുഷ്യനായി അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചു വരികയും 2005 78-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ മരിച്ചു. വർണ്ണവിവേചനമെല്ലാം മാറി, എല്ലാവരും അതിൽ നിന്നെല്ലാം മുക്തി നേടി. ആ സമയത്ത് അദ്ദേഹത്തിനെ അവര് ഓണററി ഡോക്ടർ, സർജൻ എന്ന് വിളിച്ചു. പ്രിയമുള്ളവരെ, വെറും ആലങ്കാരികമായി അവരുടെ ഭാഷയിൽ ഡോക്ടർ. പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത് എന്താ? എത്രയോ ആ ജീവിതം മുഴുവൻ അനീതി, അതായത് മറ്റുള്ളവരാൽ അനീതിയും അന്യായം മാത്രം അടിച്ചേൽപ്പിക്കപ്പെട്ട മനുഷ്യനായിരുന്നില്ലേ? അന്ന് ഈ അനീതി ആരും ചൂണ്ടിക്കാണിച്ചില്ല. വർഗവിവേചനത്തിനപ്പുറം ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക്
നന്മ ചെയ്യാൻ മാത്രമാണ് തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം കിടക്കുവാനോ അല്ലെങ്കിൽ താമസിക്കുവാനോ എന്താണ് സാധാരണ ഒരു ഷെഡ് പോലൊരു സ്ഥലം, അവിടെ വെള്ളമില്ല, റണ്ണിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി ഇല്ല. ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മറ്റുള്ളവർക്ക് സ്നേഹം നൽകുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, തന്നെ കൊണ്ട് കഴിയാവുന്നത് എത്രമാത്രം അത്രമാത്രം ചെയ്യുക. ആരും പരിഗണിച്ചില്ലെങ്കിലും ആരുടെയും മുഖസ്തുതി നോക്കാതെ പലപ്പോഴും സംഭവിച്ചൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിലൂടെ കടന്നുപോയപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വലിയ സെലിബ്രിറ്റിയായി മറ്റവരെല്ലാം മാറിയെങ്കിലും ഈ മനുഷ്യന്റെ ഒരു ഫോട്ടോ പോലും അന്ന് പേപ്പറിൽ വന്നിട്ടില്ല. അബദ്ധവശാലെങ്ങാനും ഈ മനുഷ്യന്റെ ഫോട്ടോ അവരുടെ ഫോട്ടോയുടെ കൂടെ എങ്ങാനും വന്നാൽ അവർ പറയും അത് ഞങ്ങളുടെ ഇവിടുത്തെ ക്ലീനറാണ്. ഓർത്തു നോക്കി, അത്രമാത്രം അവഗണിക്കപ്പെട്ട മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. തന്നോടുള്ള താല്പര്യം ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ. അതെ, ക്രിസ്തുവിന്റെ ആ മനോഭാവം തന്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടന്ന മനുഷ്യൻ ഡോക്ടർ ഹാമിൽട്ടൺ നാക്കി. പ്രിയമുള്ളവരെ, ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വചനം കൂടി എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. റോമാക്കാർ എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാത്രം പരിണമിപ്പിക്കുന്നു. ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ നന്മ മാത്രമായിരുന്നു. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരെ പഴിചാരുകയോ മറ്റുള്ളവരോട് ഏതെങ്കിലും രീതിയിൽ പരുഷമായി പെരുമാറുകയോ താല്പര്യമില്ലാതെ വരികയോ ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാവുന്ന അതെല്ലാം ചെയ്യാനുള്ള ആ ബോധ്യത, അതാണ് കർത്താവിന്റെ ആ മനോഭാവം. അതല്ലേ പറഞ്ഞത്, കാരുണ്യമോ അനുകമ്പയോ എന്തെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ ആ ഒരേ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ വചനം, മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത്. ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വർണ്ണ വിവേചനം ഒരിക്കലും ആരും അംഗീകരിക്കാത്ത, പ്രത്യേകിച്ച് കറുത്തവർഗക്കാർ, നീഗ്രോ, അവരെ പുച്ഛിച്ചു തള്ളിയിരുന്ന, അവരെ അടിച്ചമർത്തിയിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചപ്പോഴും ആ മനുഷ്യൻ തന്റെ ഉള്ളിലുണ്ടായിരുന്ന നന്മ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയല്ലേ ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരണമെങ്കിൽ ആ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടറിഞ്ഞവനാണ്. ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ആ മനുഷ്യൻ ക്രിസ്തുവിനെ സ്നേഹിച്ചവനാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഹാമിൽട്ടൺ നാക്കി തീർച്ചയായും യേശുവിന്റെ മകനായിട്ടാണ് വളർന്നത്. അതാണ് ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ അതിൽ വളരാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോട് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരുന്നത്. അതാണ് യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു, അവസാനത്തുള്ള രക്തം വരെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നൽകി കുരിശിൽ കിടന്ന് മരിച്ചു. പ്രിയമുള്ളവരെ, ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളിൽ ഈ ഡോക്ടറിനെ പോലെ, ഹാമിൽട്ടൺ നാക്കിയെ പോലെ ആണോ നമ്മുടെ ജീവിതം? നാം ഏതെല്ലാം പ്രൊഫഷനിലൂടെയെല്ലാം പോകുന്നു. ഡോക്ടറായിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ നേഴ്സുമാരായിരിക്കും, അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരു ഗാർഡനറായിരിക്കും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ വല്ല ഹോട്ടലിലായിരിക്കും ജോലി ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. എന്ത് ജോലിയാണെങ്കിലും ആ കർത്താവിന്റെ മനോഭാവം, ഈ മനുഷ്യന്റെ മനോഭാവം, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അവർ എന്തുമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള വ്യക്തികളുമായിക്കൊള്ളട്ടെ, ഏതെല്ലാം വിധത്തിൽ എന്നോട് പെരുമാറിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കാനായിട്ട് എനിക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്. ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ ആത്മാവിന്റെ നിറവ് നമ്മളുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
തന്നെ തന്നെ ശൂന്യനാക്കിയ അങ്ങേ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കവിഞ്ഞൊഴുകുവാൻ ഈ നിമിഷം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആ സ്നേഹമാണ് തന്നെ തന്നെ ശൂന്യമാക്കുന്ന സ്നേഹം. ആ സ്നേഹം അനുഭവിച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് കൂടുതൽ മഹത്വം ഉണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, ആത്മാവിന് കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത് എന്ന് കർത്താവെ നീ ഞങ്ങളോട് പറഞ്ഞുവല്ലോ. കർത്താവെ, നിന്റെ വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ആരുമായിക്കൊള്ളട്ടെ, ദ്രോഹിക്കുന്നവരായിക്കൊള്ളട്ടെ, അല്ലെ പ്രയാസം ഉണ്ടാക്കുന്നവരായിക്കൊള്ളട്ടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും കർത്താവെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വർണ്ണവിവേചനവും വർഗവിവേചനവും അല്ലെങ്കിൽ പരിഗണിക്കാത്ത അവസ്ഥയോ ഏതവസ്ഥ കടന്നാലും ആ അവസ്ഥയിലെല്ലാം കർത്താവെ നീ എൻ്റെ കൂടെയുണ്ട്, നീയാണ് എൻ്റെ ശക്തി എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനായി ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് ഷൈനി. എൻ്റെ വീട് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ മാന്നാനത്താണ്. ഞാനിപ്പം ന്യൂസിലൻഡിൽ 5 മാസത്തോളം എത്തിയിട്ട് ഞാനിവിടെ വന്നത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള 6 മാസത്തെ ഒരു കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ന്യൂസിലൻഡിലെ റോട്ടർവ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഹിൽഡ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ ഹിൽഡ സ്ട്രീറ്റിൽ തന്നെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ഡിവൈൻ പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ആ പ്രെയർ ഗ്രൂപ്പിനെ പറ്റി അറിയുകയും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അവിടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ ആ പുതിയ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിന്ന് എല്ലാ സങ്കടവും മാറി പെട്ടെന്ന് പ്രെയർ ഗ്രൂപ്പിൽ വന്നപ്പോൾ നമ്മളൊരു പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് വരാൻ ഒത്തിരി സഹായിച്ചിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് IELTS കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരുമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്നുള്ളതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന IELTS എഴുതി. ആ സമയത്ത് എനിക്ക് IELTSന് നല്ല സ്കോറോടെ പാസ്സാവാൻ സഹായിച്ചു. ഈ സമയത്ത് തന്നെയാണ് വർഗീസ് അച്ഛൻ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ വരികയും കാൽവരി യാത്ര എന്നുള്ളൊരു കുരിശിൻ്റെ വഴി പുസ്തകം വെച്ച് ഞങ്ങൾ കുരിശിൻ്റെ വഴി നടത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് ആ പുസ്തകത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. അപ്പോൾ എന്നാലും ആ കാൽവരി യാത്ര എന്നുള്ള കുരിശിൻ്റെ വഴി ചെല്ലിയപ്പോൾ ഒത്തിരി ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. അതിനകത്ത് ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ഓരോ പ്രചോദനമായിരുന്നു. ഞങ്ങളത് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേർക്ക് ജോലി കിട്ടുകയും ഓരോരുത്തർക്കും ജോലി കിട്ടി പല സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷേ എനിക്ക് മാത്രം ഒരു ജോലി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ജോലി കിട്ടി, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു പ്രചോദനമാവുകയും ഞാൻ ആ പ്രാർത്ഥന പുസ്തകം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് ഒരു 4 ദിവസം കഴിഞ്ഞപ്പം എന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒത്തിരി പ്രാവശ്യം പോവുകയും അവരെന്നെ എടുക്കാതെ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രാർത്ഥനാ പുസ്തകം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി 2 പ്രാവശ്യം ചൊല്ലിയപ്പോൾ തന്നെ എന്നെ അവിടുന്ന് വിളിച്ചു. എനിക്ക് അവിടെ ഇൻ്റർവ്യൂ നടത്തി അവരെന്നെ ഇപ്പം സ്റ്റാഫായിട്ട് അവിടെ എടുത്തു. അതെനിക്ക് ഒത്തിരി ഇതായിരുന്നു, ഒത്തിരി പ്രചോദനം. ഞാനവിടെ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ സാക്ഷി പറയുകയും ചെയ്തു. എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രാർത്ഥനാ പുസ്തകം വെച്ചിട്ട്, അതായത് കാൽവരി യാത്ര എന്നുള്ള പ്രാർത്ഥനാ പുസ്തകം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് മാറും. നിങ്ങളുടെ ഒരു പ്രചോദനമായിരിക്കും അത്. Why
that's why. Why did God send Jesus to die? L-O-V-E, love, that's why. Why on the third day did he rise? L-O-V-E, love, that's why. Why does Jesus live again? Why does he forgive my sins? Why do I live praises high? L-O-V-E, love, that's why. Why do I live praises high? L-O-V-E, love, that's why. ഫാമിലി NZ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള കുടുംബം ഷൈബു ആൻ്റണി, എലിസബത്ത് പീറ്റർ, അവരുടെ മക്കൾ ആൽവിൻ, അലൻ, ആൻഡ്രൂ. അവരുടെ നാട് പാലായിലാണ്. നിങ്ങൾ ഈ ന്യൂസിലൻഡിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 2004 ജൂലൈ 14 ഒരു കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ന്യൂസിലൻഡിലെത്തിയത്. ഞാൻ വന്നു കഴിഞ്ഞ് എൻ്റെ കോമ്പറ്റൻസി എല്ലാം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊരു വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവം ഉണ്ടായത്, എൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി താമസം വന്നു. എൻ്റെ എല്ലാ പേപ്പറുകളും ഞാൻ ശരിയായിട്ട് അവർ ചോദിച്ച പോലെ തന്നെ അയച്ചു. പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് അവർ മിസ്പ്ലേസ് ചെയ്തു. ആദ്യം അവരങ്ങനെ സമ്മതിച്ചില്ല. അങ്ങനെ ഞാനൊരു 2 മാസത്തോളം ജോബ് ഓഫർ കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിസിറ്റിംഗ് വിസയിലായിരുന്നു. എൻ്റെ വിസിറ്റിംഗ് വിസയൊക്കെ തീരാറായി. ആ സമയത്ത് ഞാൻ CGFNS പാസ്സായ ആ സർട്ടിഫിക്കറ്റ് മുഖേനയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഫിലാഡൽഫിയയിൽ നിന്ന് അവർ നേരിട്ട് അയച്ചു കൊടുക്കണമായിരുന്നു സർട്ടിഫിക്കറ്റ്. അപ്പം ആ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നു. അത് മിസ്പ്ലേസ് ആയി. നേഴ്സിംഗ് കൗൺസിലുകാർ തന്നെ മിസ്പ്ലേസ് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അവരെൻ്റെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ അംഗീകരിക്കത്തുമില്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഫോൺ വിളിച്ചു, ഫിലാഡൽഫിയയ്ക്കൊക്കെ വിളിച്ചു. അങ്ങനെ അവർ വീണ്ടും 3-4 പ്രാവശ്യം ഫാക്സ് ചെയ്തിട്ടും ഇവർ കിട്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ അമേരിക്കയിലുണ്ടായിരുന്നു. അവർ കൊറിയർ ആയിട്ടാണ് അവർ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് അയച്ചത്. അതിങ്ങനെ കൊറിയർ കിട്ടിയ കമ്പനി അയച്ച കമ്പനി വഴി ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് അവർ ഒത്തിരി നാൾ 2 മാസത്തോളം എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ അവസാനം ഞങ്ങൾക്ക് അറിവ് കിട്ടി. ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അറിവ് കിട്ടി, ഇന്ന ദിവസം ഇന്നയാൾ ഇവിടെ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേഴ്സിംഗ് കൗൺസിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഇവിടെ 2 മാസം മുമ്പ് ഇന്നയാൾ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. അന്നേരം അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ മിസ്പ്ലേസ് ആയതാണ്. അതിനുശേഷം അവർ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ രജിസ്ട്രേഷൻ 2 മാസത്തിന് ശേഷമാണ് ആയത്. ആ സമയത്ത് എനിക്ക് ജോബ് ഓഫറൊക്കെ കിട്ടിയെങ്കിലും എനിക്ക് ജോബ് ചേരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയൊക്കെ നടത്തി. ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യത്തെ കുട്ടിയെ പ്രഗ്നൻറ്റും ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ വലിയൊരു അനുഭവമായിരുന്നു അത്. ഒത്തിരി മാതാവിനോട് ഒത്തിരി പ്രാർത്ഥനയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കത് എല്ലാം ശരിയാക്കി കിട്ടിയത്. നാട്ടിൽ എൻ്റെ പേരൻസും ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ പെങ്ങന്മാരും ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് ശരിയായത്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് 3ാമത്തെ കുട്ടി ഇപ്പോൾ ഉണ്ടായിട്ട് 5 മാസമായുള്ളൂ. ഞങ്ങളിപ്പം ട്രയൽ ഞങ്ങളായിട്ട് 7 വർഷം കഴിഞ്ഞു. ഇവിടെ ഒരു ഡിവൈൻ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ഞങ്ങൾ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പറ്റുന്നത്രോളം ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ 3ാമത്തെ പ്രസവത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പായും അമ്മച്ചിയും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസവവേദനയുടെ സമയത്ത് അന്നൊരു പ്രാർത്ഥനയുടെ ദിവസമായിരുന്നു വെള്ളിയാഴ്ച. എൻ്റെ ഭർത്താവ് ഫോൺ വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇങ്ങനെ വേദന തുടങ്ങി, ആശുപത്രിയിൽ പോയി കാണാൻ പ്രാർത്ഥിക്കണം. അതുപോലെ എൻ്റെ പപ്പായും ഉണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞു, ഇവിടെ രജിച്ചേട്ടനാണ് പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത്. രജിച്ചേട്ടനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വേദന തുടങ്ങി. പെട്ടെന്ന് തന്നെ പ്രസവത്തിന് യാതൊരു കുഴപ്പമൊന്നുമില്ലാതെ നല്ല സുഖപ്രസവം ഞങ്ങൾക്ക് കിട്ടി. കൊച്ചിനും യാതൊരു കുഴപ്പമൊന്നുമില്ല. അതൊരു വലിയ അനുഭവമാണ്.
ചേട്ടനുണ്ടായ പ്രത്യേക എന്തെങ്കിലും അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ വർഗീസ് അച്ഛൻ്റെ ധ്യാനം വന്നപ്പോൾ അച്ഛൻ്റെ കൗൺസിലിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു 3 നന്മ ചെല്ലിച്ച് പോവുകയാണെങ്കിൽ അത് വളരെ ധൈര്യവും ബലവുമായിരിക്കുന്നു. ഞാൻ അതിനുശേഷം എല്ലാ പ്രാവശ്യവും എന്ത് കാര്യം ചെയ്യുമ്പോഴും, കാറയിൽ വണ്ടി എടുത്ത് പോകുമ്പോഴും എപ്പോഴാണെങ്കിലും ഞാൻ 3 നന്മ ചെല്ലിച്ചാണ് പോകുന്നത്. അതെനിക്ക് മനസ്സിന് ഭയങ്കര ബലവും സന്തോഷവും പ്രത്യേക സമാധാനവും അതിന് ശേഷം. അതുപോലെ തന്നെ അച്ഛൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, 91-ാം സങ്കീർത്തനം. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ആ സങ്കീർത്തനം ചെല്ലുന്നത്. അതിനുശേഷം എനിക്ക് നല്ല ഒരു ബലവും പ്രത്യേക ഒരു സമാധാനവും ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു പ്രത്യേക ഒരു വിഷമം ഉണ്ടായ ഘട്ടം എന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം 3ാമത്തെ കൊച്ചിൻ്റെ പ്രസവ സമയത്ത് എന്തോ ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം ഞാൻ അന്നേരം തന്നെ ഇവിടെയുള്ള ഡിവൈൻ റൊട്ടറി ധ്യാന ഗ്രൂപ്പിൻ്റെ ആളായ റിജുവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളിച്ച് നമുക്ക് കൊണ്ട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അന്ന് എൻ്റെ അമ്മായിച്ചനും അമ്മായിയും ഇവിടെ ഉണ്ടായിരുന്നു. അവരും വിളിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് സഹായം ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവരവിടെ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് അവർ പ്രാർത്ഥന പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും യാതൊരു കുഴപ്പവും കൂടാതെ നല്ലൊരു സുഖപ്രസവത്തിലൂടെ നല്ലൊരു കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തോടുകൂടെ ദൈവമുണ്ട് എന്ന് തോന്നിയ ഏതെങ്കിലും സന്ദർഭം ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നിയ വേറൊരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളിവിടെ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. അപ്പം കുറച്ച് നാളായിട്ട് നല്ലൊരു ഭവനം വാങ്ങണം എന്നുള്ള ആഗ്രഹമായി നടക്കുകയായിരുന്നു. അതിനു വേണ്ടി പല വീടുകളും കാണുകയും ഇതെല്ലാം ദൈവത്തിൽ പ്രത്യേക നിയോഗം വെച്ച്, പ്രത്യേകിച്ച് റൊട്ടറി ഡിവൈൻ ഗ്രൂപ്പിനെ പ്രത്യേക ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ അതിൽ എല്ലാ വെള്ളിയാഴ്ചയും പോയി അതിൽ പ്രത്യേകം സംബന്ധിക്കുകയും ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ വരികയും അന്ന് അവിടെ അച്ഛൻ തന്നെ എഴുതിയ ഒരു പുരുഷൻ്റെ വഴിയുടെ പുസ്തകം, അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു അന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെന്നത്. അന്ന് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രത്യേക അനുഭവം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ വെള്ളിയാഴ്ചയും പരമാവധി എനിക്ക് ജോലിയിൽ ഇല്ലെങ്കിൽ വന്ന് പങ്കെടുക്കുകയും അതിനുശേഷം വളരെ കൂടുതൽ അതിനോട് വളരെ ആക്റ്റീവ് ആയി ഞാൻ പോവുകയും, ഞാൻ ജോലിയാണെങ്കിൽ തന്നെ റിജുവിനോട് പറഞ്ഞ് എൻ്റെ ഭാര്യയും പിള്ളേരെയും അദ്ദേഹം വന്ന് കൊണ്ടുപോവുകയും പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും 3 നന്മ ചൊല്ലി വളരെയധികം പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ വീട് കാണുകയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീട് കാണുകയും അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു ഘട്ടത്തിലും യാതൊരു പ്രത്യേക വിഷമം കൂടാതെ തന്നെ നല്ലൊരു ഭവനം ദൈവം നമുക്കായി തിരഞ്ഞെടുത്ത് തന്നു. ദൈവത്തിന് സ്തോത്രം. ഡിവൈൻ ടിവിയുടെ ഫാമിലി ഇൻസെറ്റ് പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിൻ്റെ എല്ലാ അണിയറ ശില്പികൾക്കും പ്രത്യേക ആശംസയും പ്രത്യേക പ്രാർത്ഥനകളും നേരുന്നു. ഇത്രയും നേരം DVNZ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.